ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്പെസിഫിക് ആംഗിൾസിൻ്റെ ടിഗ്നോമെട്രിക് റേഷ്യോസ് ആണ്. അഥവാ ഫസ്റ്റ് ക്വാഡ്രന്റ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് 0 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെയാണ് ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത്. അതിലെ സ്പെസിഫിക് ആംഗിൾ ആയിട്ടുള്ള 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി എന്നിങ്ങനെയുള്ള ആംഗിളുകളുടെ ടിഗ്നോമെട്രിക് റേഷ്യോസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് 45 ഡിഗ്രിയുടെ ടിഗ്നോമെട്രിക് റേഷ്യോസ് നോക്കാം. അപ്പോൾ 45 ഡിഗ്രി റേഷ്യോസ് നോക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിളിൻ്റെ പ്രത്യേകത ഉണ്ട്. ഈ ട്രയാങ്കിള് ഒരേ സമയം റൈറ്റ് ആംഗിൾഡാണ്, റൈറ്റ് ആംഗിൾ അറ്റ് ബി. പിന്നെ അതിന് മറ്റൊരു പ്രത്യേകത ഐസോസിലിസും കൂടെയാണ്. കാരണം എ ബിയുടെ ലെങ്ത്തും ബി സിയുടെ ലെങ്ത്തും ഈക്വൽ ആണ്. അപ്പോൾ ഇറ്റ് ഈസ് ബോത്ത് ഐസോസിലസ് ആസ് വെൽ ആസ് റൈറ്റ് ആംഗിൾഡ്. ഇനി നമ്മൾ ഇവിടെ ഒരു 1 എന്നുള്ളൊരു വാല്യൂ ആണ് ഇതിനുള്ള വെച്ചോളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സൈഡ് ഈക്വൽ ആയതുകൊണ്ട് ഇതും 1 ആയിരിക്കും. അപ്പോൾ പൈതഗോറസ് തിയറം പ്രകാരം ഇതിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും? √2 ആയിരിക്കും. √1² + 1². ഇനി ഈ ആംഗിൾ നമ്മൾ ഈക്വൽ ആണ്, ഈ ആംഗിളും ഈക്വൽ ആണ്. എന്തുകൊണ്ടാണ്? ഈ സൈഡ് ഈക്വൽ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബേസ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 45 ഡിഗ്രി, ഇവിടെയും 45 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് 6 റേഷ്യോസ് ഡിഫൈൻ ചെയ്യാം. അതായത് ഒന്നാമത്തെ റേഷ്യോ sin 45. sin 45 ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്താ വാല്യൂ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു 1/√2. അതേപോലെ cos 45 ഡിഗ്രി എന്ന് പറയുമ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതും നമുക്ക് എന്ത് തന്നെയാണ്? 1/√2. ഇനി tan 45 എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് വിച്ച് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് ഈ 3 വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ റെസിപ്രോക്കൽസ് ആണ് മറ്റു 3 വാല്യൂസ്. അതിനാൽ തന്നെ കൊസീക്ക് 45 ഡിഗ്രി ഈക്വൽ ടു ഇതിൻ്റെ റെസിപ്രോക്കൽ എത്ര കിട്ടുക? √2 ആണ് കിട്ടുക. സീക്ക് 45 ഡിഗ്രി ഈക്വൽ ടു, അതും റെസിപ്രോക്കൽ √2 ആണ്. ലാസ്റ്റ് കോട്ട് 45 ഡിഗ്രി ഈക്വൽ ടു 1. ഇപ്പോൾ നമുക്ക് എന്തായി? 45 ഡിഗ്രിയുടെ എല്ലാ ടിഗ്നോമെട്രിക് റേഷ്യോസിൻ്റെ വാല്യൂസായി. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 60 ഡിഗ്രി ആൻഡ് 30 ഡിഗ്രി ഇതിൻ്റെ ടിഗ്നോമെട്രിക് റേഷ്യോസ് ആണ്. നമുക്കത് എങ്ങനെയാണ് ആ വാല്യൂസ് കിട്ടുന്നതെന്ന് നോക്കാം. ആദ്യമായി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ 3 സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ. ഇതിനെയാണ് നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുക, ABC. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിലൊരു പെർപെൻഡിക്കുലർ വരക്കുന്നു, D. അപ്പോൾ ഈ ആംഗിൾ 90 ഡിഗ്രി ആയി. മാത്രവുമല്ല ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഈ AD ശരിക്കും ഒരു ആംഗിൾ ബൈസെക്ടർ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിൾ നമുക്ക് 60 ഡിഗ്രി ആയിരിക്കും. ഇനി 60 ഡിഗ്രി ആവുമ്പോൾ ഈ സൈഡ് നോക്കൂ. ഈ സൈഡ് സപ്പോസ് ഇത് 1 ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ സൈഡ് എന്തായിരിക്കും? BD എന്ന് പറയുന്നത് ഹാഫ് ഓഫ് BC ആണ്. BD ഹാഫ് ഓഫ് BC. അപ്പൊ ഇവിടെ 1ന്റെ ഹാഫ് എത്ര ആയിരിക്കും? 1/2 ആയിരിക്കും. കാരണം ഈ സൈഡും 1, ഈ സൈഡും 1, ഈ സൈഡും 1. അപ്പോൾ ഇതിന്റെ 1/2 ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ലെങ്ത് √1² - 1/2 ദ ഹോൾ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ √1 - 1/4 എന്ന് പറഞ്ഞാൽ √3/4 ഈക്വൽ ടു √3/2 ആയിരിക്കും ഇതിൻ്റെ വാല്യൂ. ഈ ലെങ്ത് √3/2 ആയിരിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓരോ വാല്യൂസും എഴുതാം. ഒന്നാമത്തെ വാല്യൂ sin 60 ഡിഗ്രി. sin 60 ഡിഗ്രി എന്ന് പറയുമ്പോൾ എത്ര കിട്ടുക? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് നമുക്ക് എത്ര കിട്ടും? √3/2 കിട്ടും. ഇനി നമുക്ക് രണ്ടാമത്തെ വാല്യൂ എത്രയാണ്? cos 60. cos 60 എന്ന് പറയുമ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഇസ് ഈക്വൽ ടു 1/2. ഇനി tan 60 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക?
ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ √3/2 ഡിവൈഡഡ് ബൈ 1/2 ഇസ് ഈക്വൽ ടു √3. ഇനി നമുക്ക് മറ്റ് 3 റേഷ്യോസ് ഇതിൻ്റെ റെസിപ്രോക്കൽസ് ആയിരിക്കും. അപ്പോൾ കൊസീക്ക് 60 ഈക്വൽ ടു 2/√3, സീക്ക് 60 ഈക്വൽ ടു 2, കോട്ട് 60 ഡിഗ്രി ഈക്വൽ ടു ഈ ടാൻ റെസിപ്രോക്കൽ എത്ര വരിക 1/√3. അപ്പോൾ നമുക്ക് 60 റേഷ്യോസിൻ്റെ 60 ഡിഗ്രിയുടെ എല്ലാ ടിഗ്നോമെട്രി റേഷ്യോസായി അതിൻ്റെ വാല്യൂസാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി 30 ഡിഗ്രിയുടെ റേഷ്യോസ് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിച്ച അതേ ഫിഗർ, സെയിം ഫിഗർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, 30 ഡിഗ്രിയുടെ മെഷേഴ്സും കാണാം. അതിൽ ഒന്നാമത്തെ വാല്യൂ sin 30. sin 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ sin 30യുടെ ഓപ്പോസിറ്റ് സൈഡ് 1/2 ആണ്. അപ്പോൾ 1/2 ഡിവൈഡ് ബൈ 1 എന്ന് പറയും. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് അപ്പോൾ 1/2. ഇനി cos 30 എന്ന വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അഡ്ജസൻറ്റ് സൈഡ് √3/2 ആണ്. ബൈ ഹൈപ്പോട്ടന്യൂസ് പറയുമ്പോൾ √3/2. tan 30 ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് അപ്പോൾ 1/2 ഡിവൈഡ് ബൈ √3/2. അപ്പോൾ നമുക്ക് ഈ 2 കട്ട് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക 1/√3 എന്നാണ് കിട്ടുക. ഇതാണ് ബേസിക് ആയിട്ടുള്ള 3 റേഷ്യോസ്. ഇനി ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ എന്തായി, നമുക്ക് മറ്റു റേഷ്യോസ് ആയി. അപ്പോൾ നമുക്ക് കൊസീക്ക് 30 ഡിഗ്രി ഈക്വൽ ടു 2 എന്ന് കിട്ടും. സീക്ക് 30 ഡിഗ്രി ഈക്വൽ ടു 2/√3. ഫൈനലി കോട്ട് 30 ഡിഗ്രി ഈക്വൽ ടു ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ √3 എന്നാണ് കിട്ടുക. ഇതാണ് 30 ഡിഗ്രിയുടെ ടിഗ്നോമെട്രിക് റേഷ്യോസ്. ഇനി 0 ഡിഗ്രിയുമായി ബന്ധപ്പെട്ട റേഷ്യോസ് കണ്ടുപിടിക്കാം. ബോർഡിൽ 4 ഫിഗേഴ്സ് വരച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഫിഗർ, ദിസ് ഈസ് ദ ഫസ്റ്റ് ഫിഗർ. ഈ ഫിഗറിൽ നമ്മൾ ട്രയാങ്കിളിൻ്റെ ഈ ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. ഇനി ഈ ഹൈപ്പോട്ടന്യൂസിന്റെ ലെങ്ത് നമ്മൾ റെഡ്യൂസ് ചെയ്യണം. റെഡ്യൂസ് ചെയ്തപ്പോൾ AC-യുടെ ലെങ്ത് റെഡ്യൂസ് ചെയ്ത് ഇവിടെ എത്തിയപ്പോൾ ഈ ആംഗിൾ തീറ്റ ഈ ആംഗിളിനേക്കാളും ചെറുതാണ്. കാരണം ഹൈപ്പോട്ടന്യൂസിന്റെ ലെങ്ത് കുറയുന്നതിനനുസരിച്ച് ആംഗിൾ കുറഞ്ഞു വരും. ഇനി നമ്മൾ തേർഡ് ഫിഗർ, ഇത് സെക്കൻഡ് ഫിഗർ ആണ്. ഇനി നമ്മൾ തേർഡ് ഫിഗറിൽ നോക്കൂ, ഈ AC എന്ന് പറയുന്നത് വീണ്ടും കുറച്ചപ്പോൾ ഇതിന്റെ ആംഗിൾ വീണ്ടും കുറഞ്ഞു. അങ്ങനെ കുറച്ച് അവസാനം ഈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്ന ഈ ലെങ്ത് AC ഈ ആംഗിളിന്റെ അഡ്ജസൻറ്റ് സൈഡുമായിട്ട് ഈക്വൽ ആയിട്ട് വരുമ്പോൾ ഇവിടെ ആംഗിൾ ഉണ്ടാവില്ല, ഈ ആംഗിൾ 0 ആയിരിക്കും. നോക്കൂ, ഈ ആംഗിൾ തീറ്റ, ഈ ആംഗിളാണ് ഫസ്റ്റ്, ഈ ആംഗിൾ തീറ്റ വീണ്ടും കുറഞ്ഞു, ഇത് വീണ്ടും കുറഞ്ഞു. അങ്ങനെ കുറഞ്ഞ് അവസാനം ഈ AC-യുടെ ലെങ്ത്തും AB-യുടെ ലെങ്ത്തും സെയിം ആയി വരുന്ന സാഹചര്യത്തിൽ ഇവിടെ ആംഗിൾ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ 0 ആണെങ്കിൽ പിന്നെ ഈ വെർട്ടിക്കൽ സൈഡ് ഉണ്ടാവില്ല. കാരണം ബിയും സിയും ഒരു പോയിന്റിൽ കോയിൻസൈഡ് ചെയ്യുമ്പോൾ BC എന്നുള്ള ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടാവില്ല. സോ sin 0 ഈക്വൽ ടു എന്താ? അപ്പോൾ sin 0ന്റെ വാല്യൂ വരിക, ഓപ്പോസിറ്റ് സൈഡ്സ് ഉണ്ടാവില്ല, അപ്പോൾ അതിന്റെ വാല്യൂ 0 ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്താണ് AB. അപ്പോൾ 0/AB എന്ന് പറയുമ്പോൾ എത്രയാണ് വാല്യൂ വരിക? ഈക്വൽ ടു 0. ഇനി നിങ്ങൾ നോക്കൂ, cos 0 എന്ന് പറയുമ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡും AB ആണ്, അത് രണ്ടും ഈക്വൽ ആണ്, AB ബൈ AC. അപ്പോൾ രണ്ടും ഈക്വൽ ആയതുകൊണ്ട് AB ബൈ AC, ACയുടെ ലെങ്ത് AB തന്നെയാണ്. സോ AB ബൈ AB വി വിൽ ഗെറ്റ് 1. ഇനി നമുക്ക് tan 0 കണ്ടുപിടിക്കാൻ പ്രയാസമില്ല. എന്താ കാരണം? tan 0 എന്ന് പറയുന്ന വാല്യൂ എന്താണ്? tan 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin 0 ബൈ cos 0. അപ്പോൾ 0/1 ഈക്വൽ ടു 0. ഇനി കൊസീക്ക് 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ റെസിപ്രോക്കൽ ആണ് 1/0 നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ നമുക്ക് അതിന്റെ വാല്യൂ നോട്ട് ഡിഫൈൻഡ് ആണ്. ഇനി സീക്ക് 0 എന്ന് പറയുന്നത് എന്താണ്? കോസിന് റെസിപ്രോക്കൽ 1, കോട്ട് 0 എന്ന് പറഞ്ഞാൽ കോട്ട് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/0 നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ ഇവിടെ tan 0യുടെ വാല്യൂ കോട്ട് 0യുടെ വാല്യൂ എന്താണ്?
നോട്ട് ഡിഫൈൻഡ് ആണ്. ഇനി നമുക്ക് ടിഗ്നോമെട്രി റേഷ്യോസ് 90 ഡിഗ്രിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വാല്യൂസും എഴുതാം. ആദ്യമായി നമ്മൾ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ആംഗിൾ തീറ്റ. ഈ ഹൈപ്പോട്ടന്യൂസ് ലെങ്ത് നമ്മൾ നിലവിലെ പൊസിഷനിൽ നിന്ന് ഈ ലെങ്ത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഈ ആംഗിളിന്റെ വാല്യൂ ഈ അക്യൂട്ടിനേക്കാൾ ഒന്നും കൂടി കൂടും. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഹൈപ്പോട്ടന്യൂസ് ഇവിടെ എത്തി, ഇവിടെയുള്ള ഹൈപ്പോട്ടന്യൂസ് ഇവിടെ എത്തി കഴിഞ്ഞാൽ ആംഗിളിന്റെ വാല്യൂ കൂടും. അങ്ങനെ ഈ ഹൈപ്പോട്ടന്യൂസിന്റെ ലെങ്ത്തും ഈ ഓപ്പോസിറ്റ് സൈഡിന്റെ ലെങ്ത്തും, അതായത് ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡും ഈ ഹൈപ്പോട്ടന്യൂസും സെയിം ആകണം. ഇവിടെ ബി ഉണ്ടല്ലേ, ബി സിയും നമ്മുടെ ഈ വാല്യൂ ഇത് കുറഞ്ഞ് 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 എന്ത് ചെയ്യും, ഈ സൈഡ് ഉണ്ടാവില്ല, ഈ സൈഡ് ഇല്ലാതെ അവസാനം ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഇങ്ങനെ സാഹചര്യം വരുമ്പോൾ സൈൻ 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം സൈൻ തീറ്റ എന്താണ്, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്, ബി സി ബൈ എ സി ആണ്. ആ എ സിയുടെ ലെങ്ത് തന്നെയാണ്, ബി സി തന്നെയാണ്. സോ ദ വാല്യൂ ഈസ് ഈക്വൽ ടു 1. കോസ് 90 ഈക്വൽ ടു, ഇവിടെ അഡ്ജസന്റ് സൈഡ് ആണ്, അഡ്ജസന്റ് സൈഡ് ഉണ്ടാവില്ല അവിടെ. അപ്പൊ അഡ്ജസന്റ് സൈഡ് എന്താണ്, 0 ബൈ, പിന്നെ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് എ സി ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇനി ടാൻ 90 എന്ന് പറയുമ്പോൾ നമുക്ക് പ്രയാസമില്ല. ടാൻ 90 എന്താണ്, സൈൻ 90 ബൈ കോസ് 90 1/0. ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. അപ്പൊ നമുക്ക് നോട്ട് ഡിഫൈൻഡ്, ആ വാല്യൂ ഡിഫൈൻഡ് അല്ല, നോട്ട് ഡിഫൈൻഡ്. ഇനി മറ്റു മൂന്നെണ്ണത്തെ എന്ത് ചെയ്താൽ മതി, ഇതിന്റെ റെസിപ്രോക്കൽസ് എടുത്തു കഴിഞ്ഞാൽ കൊസീക്ക് 90 എന്ന് വരുമ്പോൾ സൈൻ 90യുടെ റെസിപ്രോക്കൽ 1 ആണ്. സീക്ക് 90 ഇതിന്റെ റെസിപ്രോക്കൽ 1/0 ആണ്. ഇതും നോട്ട് ഡിഫൈൻഡ് ആണ്, ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത വാല്യൂ ആണ്. ലാസ്റ്റ് നമുക്ക് കോട്ട് 90 ഡിഗ്രി ഈക്വൽ ടു, ഇതിന്റെ റെസിപ്രോക്കൽ 0/1 വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇങ്ങനെയാണ് ഈ 6 റേഷ്യോസ് 90 ഡിഗ്രിയുമായി ബന്ധപ്പെട്ട 6 റേഷ്യോസിന്റെ വാല്യൂ നമ്മൾ അസസ് ചെയ്യുന്നത്.